ഹലോ! എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പൊ ഇന്ന് നല്ല സൂപ്പറായിട്ടുള്ള ഒരു തക്കാളിക്കറി വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നമുക്ക് സൂപ്പറായിട്ട് കൂട്ടാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. കൂടാതെ നമുക്ക് ഉച്ചത്തെ ചോറിനും കൂട്ടാം. ഒരു ഓംലേറ്റും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി. ഇപ്പൊ നമുക്ക് നോൻപായതുകൊണ്ട് ഓംലേറ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും തക്കാളിക്കറി ഉപ്പേരിയും കൂടിയിട്ട് ഇന്നത്തെ ചോറ് അങ്ങോട്ട് കുശാലാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇത്തിരി തോനെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. 2 സബോള, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 5-8 ചുള വെളുത്തുള്ളി, ഒരു 5-8 തക്കാളി, കുഞ്ഞു കുഞ്ഞു തക്കാളി ആയതുകൊണ്ട് ഞാനൊരു 5-8 എടുത്തു കേട്ടോ. അപ്പൊ അത് നല്ലോണം പഴുത്ത തക്കാളി ആണെങ്കിൽ നമ്മുടെ കറിക്ക് ഒന്നും കൂടി രുചി കൂടും. ഇപ്പൊ ഇത് അധികം പഴുത്തതല്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊന്ന് കഴിക്കാൻ പോണത് ദോശയല്ല, ഇഡ്ഡലിയല്ല, പിന്നെന്താ, നല്ല ചപ്പാത്തി. ആശീർവാദിൻ്റെ പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ കുക്ക് ചെയ്യണതാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ചപ്പാത്തി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കല്ലുപ്പ് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കുകയായിരിക്കും നല്ലത്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യണില്ല. ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ എന്തോ എനിക്ക് ഉപ്പ് ഇങ്ങനെ വെതറാൻ തോന്നിയത്, അപ്പം അങ്ങനെ വെതറി. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കാണ് കേട്ടോ. പിന്നെ എങ്ങനെ ചപ്പാത്തി കുഴച്ചെന്താ, ചപ്പാത്തിയിൽ ഉപ്പും ചപ്പാത്തി രുചി ഉണ്ടാവും, പിന്നെ സോഫ്റ്റും ഉണ്ടാവും. പപ്പടം പൊള്ളയ്ക്കണ പോലെ ചിലപ്പോൾ പൊള്ളച്ചില്ല എന്നൊക്കെ വരും. അപ്പം ചപ്പാത്തിയൊക്കെ കുറേ നേരം മുന്നേ നല്ല സോഫ്റ്റാക്കി കുഴച്ച് വെച്ച് നന്നായിട്ട് പൊന്തുന്നൊക്കെ പറയണേക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. എനിക്ക് എങ്ങനെയാണോ ആ സമയത്ത് ചെയ്യാൻ തോന്നി അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. പക്ഷെ എന്താ ഉണ്ടാക്കണമെന്നൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പം ഞാൻ തലേ ദിവസം കുട്ടപ്പായുടെ അടുത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ കുട്ടപ്പായുടെ അടുത്ത് ചോദിച്ചു, നാളെ എന്താ ഉണ്ടാക്കട്ടെ. അപ്പം അവൻ പറഞ്ഞു, അമ്മയ്ക്ക് തക്കാളി ചമ്മന്തി അതേപോലെ തന്നെ ചപ്പാത്തി മതിയെന്ന്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അങ്ങനെയാണ് കേട്ടോ ചപ്പാത്തിയും തക്കാളിക്കറി എന്നുള്ള ഒരു മെനുവിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ എന്തായാലും ഞാനത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് ഇഞ്ചി ചതച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഉരുളക്കല്ലിൽ കേട്ടോ. ഉരുളക്കല്ല് ഇതിനെന്താ നിങ്ങൾ പറയുക, ഇടിക്കല്ല്. ഇടിക്കല്ലിൽ നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വട്ടത്തിരി കുറഞ്ഞു പോയി. ഞാൻ ഏട്ടനോട് മേടിക്കുമ്പോൾ പറഞ്ഞിരുന്നു കുറച്ച് വലുത് മേടിക്കാൻ. പിന്നെ അത് മൂപ്പരാൾ മേടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ പടി ഇറങ്ങണ സമയത്ത് കാലിൻ്റെ മുകളിലിട്ടു. പിന്നെ ആ വേദന കൊണ്ട് പൊളഞ്ഞിരിക്കുന്ന ആളോട് ഞാനിത് ഇത്തിരി വലുത് മേടിക്കായിരുന്നു എന്നാ പറയുക, കാലൊഴിഞ്ഞു കൊടുക്കുക ചെയ്യുക. ഒന്നും മിണ്ടാതെ ആ കല്ല് മേടിച്ചു കൊണ്ടുവന്ന് കാലിൻ്റെ മുകളിൽ മരുന്നൊക്കെ പറ്റി അങ്ങനെ ചെയ്യാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പിന്നെ പരാതി ഒന്നും പറയാൻ പോയില്ല. എന്നാലും നമ്മുടെ കല്ല് സൂപ്പറാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. പച്ചമുളകായാലും കുഴപ്പമില്ല. അപ്പോൾ അതാ ഞാൻ സബോള അരിഞ്ഞെടുക്കാൻ പോവാണ്. പിന്നെ നമ്മുടെ പലക വന്ന കാരണം ഞാൻ പറഞ്ഞല്ലോ, ചോപ്പറിലെ അരിയിൽ ഇത്തിരി കുറവാ. അത്രയും പറ്റാത്ത സാധനങ്ങളായാലാണ് കുനുകുനാന്നരിയണ സാധനമാണ് ഞാനിപ്പോൾ ചോപ്പറിൽ അരിയാറുള്ളൂ കേട്ടോ. ചോപ്പർ പിന്നെ നമുക്ക് നല്ലൊരു സഹായിയാണ്. പക്ഷെ ഇങ്ങനെ അരിയുമ്പോൾ ഇപ്പം ഞാൻ പുതിയതായിട്ട് എൻ്റെ കൈമ നഖമൊക്കെ വളർത്തി വരുന്നുണ്ട്. അതിന് ചിലപ്പോൾ പണിയൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഞാനതങ്ങനെ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ നമ്മുടെ സബോള ഞാനിങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിലേ ഇങ്ങനെ പലകകൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടാവും. പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ നിങ്ങളത് ഒഴിവാക്കിയിട്ട് ഇതേപോലെ മരത്തിൻ്റെ മേടിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ ഇന്നാളൊരു വീഡിയോ കണ്ടതാണേ. നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെയിൽ വെച്ചിട്ട് നമ്മൾ കട്ടിംഗ് ബോർഡില്ലേ, അത് നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വയറ്റിലേക്ക് അതിൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ പോകാനുള്ള സാധ്യത ഉണ്ടെന്ന്. അതായത് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ നമ്മൾ അരിഞ്ഞെടുക്കുന്ന എന്താണോ അതിലേക്ക് പറ്റി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നല്ല, അങ്ങനെ വരും എന്നാണ് അവർ പറയണത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ മരത്തിൻ്റെ കട്ടിംഗ് ബോർഡ് മേടിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ സബോളയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന് കൂട്ടാൻ വയ്ക്കുന്നത് വെറുതെ ഒരു പുളിയാണ് കേട്ടോ. ഇപ്പോൾ വറുത്തരച്ച സാമ്പാറൊന്നും ആർക്കും വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൻപായതുകൊണ്ടേ തൈര് കൂട്ടിയിട്ടാണ്, ചൂടുമല്ലേ, നല്ല ചൂടുമല്ലേ, അപ്പോൾ അതുകൊണ്ട് തൈര് കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ ഇവിടെ കഴിക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് അമ്മയ്ക്കും കുഞ്ഞച്ചമ്മയ്ക്കും കുറച്ച് പുളി അമ്മ വയ്ക്കും കേട്ടോ. അത്ര തന്നെ. ഞാൻ അടിച്ചു മാറ്റാറുണ്ട്. എനിക്ക് പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനെന്നും തൈര് എടുക്കാറൊന്നുമില്ല. പിന്നെ കൊണ്ടാട്ടമുളക് വറുത്തത്, ചിലപ്പോൾ 2 തരം ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ധാരാളമായില്ലേ. പിന്നെ ഇതേപോലെ തക്കാളി ചമ്മന്തി, തേങ്ങാ ചമ്മന്തി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം ഉണ്ടാക്കാറുള്ളത്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ട്ടോ. ഈ ഒരു തക്കാളി ചമ്മന്തിക്ക് നമ്മൾ അരി തന്നെ വേണം. ഇങ്ങനെ ചെത്തി 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 വേണം നമ്മൾ ഉള്ളി അരിഞ്ഞെടുക്കാൻ. അമ്മ അരിയണ കാണാൻ ഒരു പ്രത്യേക രസമാണ്. ഈ സവോള അങ്ങോട്ട് കൈ പിടിച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ 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 വെട്ടിക്കെടുക്കും. അതെങ്ങനെ പരിപാടി എനിക്കറിയില്ല. എനിക്ക് സഹായിക്കില്ല കേട്ടോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ അതങ്ങനെ പറയുന്നുണ്ട്, കൈ കൊണ്ട് അരിയടി, ഇതിൻ്റെ മുകളിൽ വെച്ച് അരിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിക്ക് ഒരു പ്രത്യേക ആ ഒരു രുചി കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ അരിയണം എന്നൊക്കെ പറയും അമ്മ. പക്ഷെ ഞാൻ സാരില്ല അമ്മ, ഞാൻ ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്
കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ ചെത്തി 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 അരിഞ്ഞെടുക്കാൻ നോക്കുന്നുണ്ട്. ഭയങ്കര നൈസായിട്ട് വേണം നമ്മൾ സബോള അരിഞ്ഞെടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ 2 പച്ചമുളക് ഉണ്ടെങ്കിൽ അതും അരിഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ സബോള വാട്ടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പച്ചമുളകും. അപ്പോൾ സബോള അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഞാൻ അതേപോലെ ചിലപ്പോൾ ചില സമയങ്ങളിൽ നൈസായിട്ട് അരിയണ സമയങ്ങളിൽ ഞാൻ ഇതുപോലെ കരയാറുണ്ട്. അങ്ങനെ എന്താ നമ്മുടെ ചട്ടി, തക്കാളി ചട്ടി ഉണ്ടാക്കണ ചട്ടിയാണ് കേട്ടോ അത്. അത് കണ്ടിട്ട് നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട. ജാമ്പവാന്റെ കാലത്തുള്ളതാണ്. അപ്പോൾ ചട്ടിയൊക്കെ ആകെ എന്താ പറയുക, കുണ്ടും കുഴിയൊക്കെ ആയിരിക്കണം. ഇങ്ങനെ കൊട്ടിയിട്ടേ നമ്മളിങ്ങനെ നല്ല മുനമ്പുള്ള കയ്യിൽ ഇങ്ങനെ കൊട്ടുമല്ലോ, അങ്ങനെ കൊട്ടിയിട്ട് കുണ്ടും കുഴിയായിരിക്കണം. അപ്പോൾ ഇതിൽ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയ എന്താണെന്നറിയോ ഗുണം, ഉള്ളിയൊക്കെ നല്ലോണം അങ്ങനെ മുരിഞ്ഞു വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രുചി. അപ്പോൾ ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളി ഞാൻ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് സവോള അതുപോലെ വഴറ്റിയെടുക്കണം. അതായത് നമ്മുടെ ഉള്ളി ഇങ്ങനെ ചട്ടിയിൽ കിടന്ന ആ എണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ മൊരിയുമ്പോൾ കിരി 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 എന്നുള്ളൊരു സൗണ്ട് കേൾക്കണം കേട്ടോ. ആ ഒരു പരിവാകുമ്പോൾ നമ്മുടെ ഉള്ളി റെഡി. അപ്പോൾ അതെങ്ങനെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചാൽ, ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാലും ഈ തക്കാളി ചമ്മന്തി അമ്മ ഉണ്ടാക്കണ രുചി വരില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ച്, 37 എന്തുണ്ടെങ്കിലും അത് പറഞ്ഞു തരാൻ ഇത്തിരി മടിയാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ അടുത്ത് പോയിരുന്നപ്പോൾ ഈ ഉള്ളിയൊക്കെ വാടണത് ഞാനങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ടോ കിരികിരുന്നൊരു സൗണ്ട്. അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും തക്കാളി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ആ ഒരു സൗണ്ട് വരാറില്ല. ആ ഒരു സൗണ്ട് വരണേക്ക് മുന്നേ ഞാൻ ഇടാറുണ്ട് തക്കാളി. അപ്പം ഞാൻ പിന്നീട് ഇത് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യും. പിന്നെ എണ്ണ അത്യാവശ്യം വേണം കേട്ടോ. നല്ല രുചി വേണമെങ്കിൽ എണ്ണ ഒഴിച്ച് നമ്മുടെ ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കണം. ഉള്ളി മാത്രമല്ല, നമ്മുടെ തക്കാളി നന്നായിട്ട് വാട്ടിയെടുക്കണം. അങ്ങനെ സബോള വഴറ്റിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. നമ്മളിങ്ങനെ എപ്പോഴും എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണ്ട. അപ്പം അമ്മ അപ്പുറത്തെന്ന് പറയേണ്ടത്, എന്തിനാ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇളക്കണ്, അതിന് കുറച്ചിങ്ങനെ നന്നായി വാടി വരാനുള്ള ടൈം കൊടുക്കേണ്ട രൂപ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കറിവേപ്പില പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ അമ്പലത്തിൽ പ്രതിഷ്ഠാനമൊക്കെ കഴിഞ്ഞ് ഇനി 7ാം പൂജയ്ക്കുള്ള കാത്തിരിപ്പാണ്. 7ാം പൂജയ്ക്ക് നമ്മൾ പൊങ്കാലയൊക്കെ ഇടും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ ഇടാം. അന്ന് ഇത്തിരി തിരക്കുള്ള ദിവസമായിരിക്കും നമുക്ക്. എന്നാലും ഞാൻ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. പരമാവധി ഞാൻ ശ്രമിക്കാം. അപ്പോൾ അതാ കറിവേപ്പിലൊക്കെ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. ഈ കറിവേപ്പ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ തക വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നല്ലോണം ഇറക്കി വെട്ടാനാണ് പ്ലാനിങ്. അപ്പം നന്നായിട്ട് തകച്ചു വരുമല്ലോ. നമ്മുടെ വീട്ടിലും ഇതുപോലെ വെട്ടിയിട്ടാണ് നന്നായിട്ട് തകച്ചു വന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ 4 പുറത്ത് അങ്ങനെ കിടക്കണേന്ന് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. നമ്മുടെ പ്രതിഷ്ഠാപനം കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് 7ാം പൂജയ്ക്ക് തലേ ദിവസം ഒക്കെ തോന്നണമെന്നൊക്കെ ക്ലീൻ ആക്കുക, അങ്ങനെ എന്തൊക്കെയുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഞാൻ ക്യാമറ ഒക്കെ ശരിക്കും സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ക്യാമറ എന്ന് പറഞ്ഞാൽ ഫോണൊക്കെ വെക്കണേണ്ട നിങ്ങൾ ചിരിച്ച് ചാവും. ഒരു പലക, പിന്നെ കത്തി മുറിച്ചയക്കണ ഒരു കഷ്ണം, എന്താ കല്ലിൻ്റെ കഷ്ണം, അതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു നിലയ്ക്കെങ്കിലും ഞാൻ വീഡിയോസൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ അതാ കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ സബോളയ്ക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റി വരണം കേട്ടോ. എന്നാലാണ് ആ ഒരു തക്കാളിക്കറിയുടെ രുചി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് സബോള വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ കുട്ടപ്പായി പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്കിത് ഉണ്ടാക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ അതാ തക്കാളിയല്ല, നമ്മുടെ സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇത് നല്ലോണം എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇടണുള്ളൂ. അപ്പം നിങ്ങളുടെ വീട്ടിൽ മുളക് തീരെ എരിവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂണൊക്കെ ഇടാം കേട്ടോ. ഞാൻ അത് വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ, എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് തന്നെ നല്ല ചൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിടിക്കണ സാധനം തിരഞ്ഞിട്ട് കാണാനില്ല. അപ്പം ഞാൻ 4 കൂറ നോക്കിയിട്ട് കിട്ടി. അപ്പോൾ അത് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ആ മുളക് പൊടി മൂക്കണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടി പിടിക്കരുത്. ഈ ഒരു സമയത്ത് നമ്മൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക. ഇതേപോലെ നന്നായിട്ട് മുളക് പൊടി മൂക്കണ വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം. പക്ഷെ ഞാൻ അതൊന്നും ചേർക്കണില്ല. ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് മസാലകൾ വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ നന്നായിട്ട് മുളക് പൊടി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള തക്കാളി, ഈ ഒരു രീതിക്ക് തന്നെ തക്കാളി അരിഞ്ഞെടുക്കണം കേട്ടോ. ഭയങ്കര നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ചെത്തി 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 നമ്മൾ മാങ്ങയൊക്കെ ചെത്തിയിടില്ലേ, അതേപോലെ ചെത്തി ചെത്തി വേണം നിങ്ങൾ അരിയാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമ്മൾ വിചാരിച്ച ആ രുചിയിലേക്ക് ആ സാധനം വരുള്ളൂ. നന്നായി പഴുത്ത ഉണ്ടത്തക്കാളി വേണം. അതായത് ഇങ്ങനെ ഈ ഐസ്ക്രീമിൻ്റെ പോലല്ല, എങ്ങനെ ഇപ്പോൾ പറയാം, മത്തങ്ങ പോലെ ഇരിക്കുന്ന തക്കാളി ഇല്ലേ, മത്തങ്ങ പോലെ കോഴിമുട്ട പോലെ ഇരിക്കണതല്ല കേട്ടോ. അങ്ങനെ നീളനെ അങ്ങനത്തെ ഒരു തക്കാളി അല്ല.
പിന്നെ മത്തങ്ങ പോലെ ഉരുണ്ടിട്ടൊരു തക്കാളി ഉണ്ട്, ആ തക്കാളി തന്നെ വേണം കേട്ടോ. അതാണ് ഇവിടെ അമ്മ പ്രത്യേകം അത് പറയാറുണ്ട്, ആ തക്കാളി മേടിച്ചാൽ മതി, ആ തക്കാളിയാണ് കൂട്ടാനിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ രുചി ഉണ്ടാവാറുള്ളൂ എന്നും അമ്മ പറയാറുണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് ഇതേപോലെ ഉള്ളിയൊക്കെ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ജാമാക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് തീ കൂട്ടി വെക്കാം. എണ്ണ കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കിയാലോ. ചപ്പാത്തി നമ്മൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കണം. അപ്പോൾ തീ ഒരു ലേശം കുറച്ച് വെച്ചിട്ട് ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചപ്പാത്തി നമുക്ക് ഉരുളകളാക്കി നമ്മൾക്ക് പരത്തി കൊടുക്കാം. ഏകദേശം ഇപ്പം ഏട്ടനൊന്നും ഇല്ല, അപ്പം ഞാൻ തന്നെ എന്ത് ചെയ്യണം, പരത്തിയിട്ട് ഉരുട്ടി പരത്തി ചുടണം കേട്ടോ. ഏട്ടനുണ്ടെങ്കിൽ ഏട്ടൻ എനിക്ക് ചുട്ട് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ നിലമ്പൂർ പോയിരിക്കുകയാണ്, ഏട്ടൻ അവിടെ വർക്ക് ഉണ്ടെന്ന് നമ്മുടെ കമ്പനിയിൽ. അപ്പോൾ എന്തായാലും ഏട്ടൻ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ എടുത്തിട്ട് ഞാൻ അപ്പോഴേക്കും ഈ ചട്നിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പൊടിയൊക്കെ എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പരത്താം. കുട്ടപ്പായ നീട്ടിട്ടില്ല കേട്ടോ. കുട്ടപ്പായ നീട്ടി കഴിഞ്ഞാലും എന്നെ സഹായിക്കാറുണ്ട്. ചപ്പാത്തി ആണെങ്കിൽ അവ അങ്ങനെ ബോള് പോലെ ഉരുട്ടി എനിക്ക് വെച്ച് തരും. എന്നിട്ട് പരത്ത അറിയാത്തതുകൊണ്ടാണ് പരത്താത്തത്. പരത്ത അറിയിച്ചു കഴിഞ്ഞാൽ അവ എനിക്ക് പരത്തി തരും ചെയ്യും കേട്ടോ. അവന് അങ്ങനെയുള്ള ഒരു മനസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഹെൽപ്പ് ചെയ്യുക, അടുക്കളയിൽ വന്ന് ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ പെണ്ണുങ്ങൾ മാത്രമേ അടുക്കളയിൽ കയറാൻ പാടുള്ളൂ, ആണുങ്ങൾക്ക് കയറാൻ പാടില്ല, അങ്ങനെയുള്ള ചിട്ടവട്ടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇവിടെ അനിയനായാലും ഏട്ടനായാലും ഇവിടുത്തെ അച്ഛനായാലും കുക്കിങ്ങിൽ മിടുക്കന്മാരായിരുന്നു. അമ്മയൊക്കെ പിന്നീട് വരുന്ന ആളുകളാണ്. അമ്മയ്ക്ക് അച്ഛനാണത്രേ ഈ തക്കാളി ചട്നിയൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുത്തത്. ഇവർ ആദ്യം കോയമ്പത്തൂരായിരുന്നു ജനിച്ചതും വളർന്നതൊക്കെ. അപ്പോൾ അവിടെയുള്ള ഒരുവിധം കറികളൊക്കെ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയാം. അച്ഛനാണ് പഠിപ്പിച്ചു കൊടുത്തായിരുന്നത്. അങ്ങനെ അച്ഛൻ മരിച്ചു പോയി. ഏട്ടൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു അച്ഛൻ മരിച്ചത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അച്ഛൻ്റെ റെസിപ്പിയാണ്. കുമാർ ഈ തക്കാളി ചട്നി സൂപ്പറായിട്ട് ഉണ്ടാക്കും കേട്ടോ. നമ്മൾ ഒരു തവണ കുമാർ ഉണ്ടാക്കണതാണ് വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നത്. അതൊരുപാട് മുന്നേ, ഒരുപാട് നാളായിട്ടിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കണമെന്ന് ഇടാൻ എനിക്കൊരു പൂതി, അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തതാണ് കേട്ടോ. ഇതിൽ വേണമെങ്കിൽ ഇത് നമുക്ക് മുട്ടക്കറി ആക്കാം കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിച്ച് ഈ ഒരു സമയത്ത് തക്കാളി നന്നായിട്ട് ജാമായി വരുന്ന സമയത്ത് 2-3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി റെഡിയാവും. അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് കീറിയിട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള മുട്ടക്കറി സൂപ്പർ. അയ്യോ അതിൽ വെള്ളം വരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ മുട്ടയൊന്നും പൊട്ടിച്ചിടുന്നില്ല, നമുക്ക് നോൽമ്പല്ലേ. അപ്പോൾ നമ്മൾ തക്കാളി ചട്നി അവിടെ റെഡിയാക്കി ജാമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജാമാക്കി കൊടുക്കണം കേട്ടോ. അത് എന്നാലേ അത് സെറ്റായിട്ട് വരുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചിട്ട് ജാമാക്കി വീണ്ടും എടുക്കാം. അപ്പോൾ ഞാനത് ആ ജാമാക്കി അവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് വേവണം, എന്നിട്ടാണ് നമ്മൾ അടുപ്പത്ത് നിറക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് ഇതാ നമ്മുടെ ചപ്പാത്തി ഇവിടെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് റൗണ്ടിന് വരുമെന്ന് നോക്കി വെക്കാം. എന്താ ഇത്തിരി വെള്ളം കൂടി കുഴച്ചെടുത്തതിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പണിയാവും പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടെന്ന്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല, എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചില്ല നമ്മുടെ ചപ്പാത്തിക്കുട്ടൻ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പരത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. റൗണ്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ചുട്ടെടുക്കാം. ചപ്പാത്തി പരത്തലും ചുടലും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 2 ദിവസമൊക്കെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറുള്ളൂ. എന്നും ഉണ്ടാക്കുക വെച്ചാൽ നല്ല രസമാണ് പരിപാടി, പക്ഷേ നടക്കില്ല. അപ്പോൾ ദോശ, പുട്ട്, അതേപോലെ തന്നെ ചപ്പാത്തി, ഈ 3 പലഹാരങ്ങളാണ് കൂടുതലായിട്ടും ഇവിടെ ഉണ്ടാക്കാറുള്ളത്. ഇഡ്ഡലി കുട്ടപ്പായ്ക്ക് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ അവന് ഇഷ്ടമില്ലാത്ത ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ മാത്രം കഴിച്ചിട്ട് എന്താ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാറില്ല എന്ന് മാത്രം. അങ്ങനെ അതാ 2 ചപ്പാത്തി നല്ല റൗണ്ടിന് വന്നിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കണതിൽ ഒരുപാട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് എത്ര പെട്ടെന്ന് ആ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചിട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ അമ്പി ചേച്ചി, നമ്മുടെ അനിതേച്ചിയുടെ ചേച്ചി അങ്ങനെയാണ് കേട്ടോ. പിന്നെ ലെയർ ചപ്പാത്തി ഉണ്ടാക്കണങ്ങളുണ്ടോ, അതായത് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞ് ഇങ്ങനെ പപ്പടം പൊള്ളിക്കണ പോലെ പൊള്ളിക്കും, എന്നിട്ട് അതിലിങ്ങനെ ലെയർ പോലെ വരും. അങ്ങനെയും കണ്ടിട്ടുണ്ട്. പിന്നെ പാലൊക്കെ ഒഴിച്ചിട്ട് ചപ്പാത്തി കുഴച്ചിട്ട് ഉണ്ടാക്കുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും പാലൊന്നും ഒഴിക്കാൻ പോയില്ല. ലേശം ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വല്യമ്മ നന്ദുവിൻ്റെയും കുഞ്ഞുവിൻ്റെയൊക്കെ അമ്മല്ലേ, രോഹിണിയുടെ ഒക്കെ അമ്മ വല്യമ്മയും നന്നായിട്ട് എന്ത് ചെയ്യും, ചപ്പാത്തി നല്ല സോഫ്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കും കേട്ടോ. ഇത് എന്താ വല്യമ്മ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ എന്താ പണിയുടെ, കുറച്ച് പൊടി എടുക്കുക, കുറച്ച് ഒരു ഇളം ചൂടുള്ള വെള്ളം, അതിൽ കുറച്ച് ഉപ്പ് കലക്കിയിട്ട് അങ്ങോട്ട് ഒഴിക്കുക, വേണമെങ്കിൽ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. വല്യമ്മ വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് എന്ത് റെസിപ്പി പറഞ്ഞു തരിക. പക്ഷെ വല്യമ്മ ഉണ്ടാക്കുന്നത് അടിപൊളിയാണ്. കുട്ടപ്പായുടെ പല്ലാടണ പോലെ നമ്മുടെ പാത്രത്തിൻ്റെ പിടി നന്നായിട്ട് ഇളകിയിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തോന്നിയിട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കണ കാരണം ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, ദേഹം ഇങ്ങനെ ആകെ ഇങ്ങനെ എന്താ പറയുക,
ഇങ്ങനെ ഉരുകണ പോലെ തോന്നും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാൻ കേട്ടോ. നമ്മൾ മഴയാണെങ്കിൽ നല്ല തണവുണ്ടാവുക, അതേപോലെ തന്നെ വെയിലാണെങ്കിൽ ഓടിട്ട വീട്ടിൽ നല്ല ചൂടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അതാ നമ്മുടെ റൂമിൽ ഇപ്പോൾ സീലിംഗ് അടിച്ച കാരണം അത്ര കുഴപ്പമില്ല, എന്നാലും എളുപ്പമല്ല ചൂട്. ഇവിടെ പാടം അടുത്തായ കാരണേ നല്ല ചൂട് കാറ്റും വീശും. അപ്പോൾ നമുക്ക് ഒരു ഗുണത്തിന് കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് വന്നു. ഇതാ ചട്ടിയൊക്കെ നന്നായി ചൂടായി, ചപ്പാത്തി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ചുട്ടെടുക്കുക വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് പരത്തിടാൻ വേണ്ടിയിട്ട്, പരത്തിടാനല്ലേ, ഇത് മറിച്ചിടാൻ വേണ്ടിയിട്ട് നമുക്ക് കയ്യിൽ വേണ്ടേ. അപ്പോൾ അതാ ഒരു കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഈ കയ്യിലല്ലേ നമ്മൾ എടുക്കാറ്, ഇതിനേക്കാൾ നല്ല ഷാർപ്പായിട്ട്, അതായത് ഇങ്ങനെ പരന്ന കയ്യിലാണ് ഒന്നുകൂടി എടുക്കാറുള്ളത്. ഈ കയ്യിൽ നമ്മൾ ചിക്കനൊക്കെ ഇളക്കാൻ വേണ്ടി എടുക്കണതാണ് കേട്ടോ. ഈ ഇടയായിട്ട് തുടങ്ങിയതാണ്, വർക്കൗട്ടൊക്കെ നിർത്തിയപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ. എനിക്ക് പെരടി വേദന, കാലുവേദന ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നോലുമ്പായതുകൊണ്ടേ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണം വരും. നമ്മൾ ഇറച്ചി മീനൊന്നും കഴിക്കണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ട് വർക്കൗട്ട് ചെയ്യാത്തതിൻ്റെ. അതൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കണം, അതിൻ്റെ ക്ഷീണമുണ്ട്. അപ്പോൾ അതാ ചപ്പാത്തി ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് രാവിലത്തെ പലഹാരമൊക്കെ ആസ്വദിച്ച് കഴിക്കാം. തക്കാളി ചട്നിയും ചപ്പാത്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു റോബസ്റ്റ് പഴം കഴിക്കാൻ കേട്ടോ. മുട്ട നമുക്ക് കഴിക്കാൻ പറ്റില്ല പുഴുങ്ങിയത്, നോൽമ്പായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് വെറും വയറ്റിൽ റോബസ്റ്റ് പഴം ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂട്ടോ, സൂപ്പറാണ്. വെറും വയറ്റിൽ നമ്മൾ നോൽമ്പില്ലാത്ത സമയങ്ങളിൽ പുഴുങ്ങിയ മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ മുട്ട കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതേപോലെ റോബസ്റ്റ് പഴമൊക്കെ കഴിക്കാം. പിന്നെ പുറത്ത് അടുക്കളയിൽ മാങ്ങ നല്ലോണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വൈകുന്നേരത്ത് നമ്മൾ ചെത്തി തിന്നണതാണ്. പിന്നെ അത് ആ ചക്കക്കുരു പാത്രത്തിൽ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കൂട്ടാനിൽ നമ്മൾ സ്ഥിരം ചക്കയുടെ കാലമായ പിന്നെ ചക്കക്കുരു, മുരിങ്ങക്കായ, ചക്കക്കുരു, മുരിങ്ങയില, ചക്കക്കുരു, ചീര, ഇങ്ങനെയുള്ള വിഭവങ്ങളാണ്. അങ്ങനെ അടുക്കളയൊക്കെ ഒതുക്കി വൃത്തിയാക്കി ഇട്ടു. ഇനി അടുക്കളയൊക്കെ അടിച്ചു വാരിയിട്ടു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ അടിച്ചു വരാനുണ്ട്. അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ദാ 2 ചപ്പാത്തിയും തക്കാളിക്കറി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു റോബസ്റ്റ് പഴം കഴിച്ചുവല്ലോ. രാവിലെ ഞാൻ റോബസ്റ്റ് പഴം മുട്ട ഒന്നും കഴിച്ചിട്ടില്ല വെച്ചാൽ 3 ചപ്പാത്തി എടുക്കും കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് കഴിച്ചപ്പോൾ എൻ്റെ സാറേ എന്തോ ഒരു രുചിയാണെന്നറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏട്ടൻ ഈ കറി ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഏട്ടൻ ഇല്ലാത്തപ്പോഴാണ് തക്കാളിക്കറി കൂടുതലും ഉണ്ടാക്കാറ് കേട്ടോ. എന്നാൽ ചോറിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലേശം ഒരു വഴിപാടിന് ലേശം എടുത്തു എന്നല്ലാണ്ട് ചപ്പാത്തിക്കൊന്നും ആളെടുക്കില്ല. അപ്പോൾ ഏട്ടനില്ലെങ്കിൽ ഞാൻ കൂടുതലും തക്കാളിക്കറിയാണ് ഉണ്ടാക്കാറുള്ളത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മയാണെങ്കിലും കൂട്ടും, തക്കാളിക്കറി ചോറൊക്കെ കൂടി കൂട്ടാറുണ്ട്. അപ്പോൾ ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും തക്കാളിക്കറിയും ഒന്ന് കഴിച്ചു നോക്കി നോക്കും നിങ്ങൾ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കുട്ടപ്പായി നീറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിനി എണ്ണയൊക്കെ തേച്ച് അവനെ കുളിപ്പിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. എണ്ണയൊക്കെ തന്നെ തേക്കും മൂപ്പരുള്ളൂ, പക്ഷെ എന്നാലും നന്നായിട്ട് തലയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ എനിക്കൊരു സമാധാനമാണ്. അപ്പോൾ അതാ ഞാൻ പുറത്ത് പോയിട്ട് ഇതേപോലെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലാത്താറുണ്ട്. ഇത് ചായ കുടി കഴിഞ്ഞത് പതിവാണ്. കുറച്ച് നേരം പാടത്തെ സൈഡിൽ പോയിരിക്കും, അല്ലെങ്കിൽ അവിടെ വടുക്കോർത്ത് പോയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ മുറ്റത്ത് കൂടെ കുഞ്ഞിക്കിളീനെയും നമ്മുടെ ചെമ്പരത്തി പൂവുകളൊക്കെ നോക്കിയിട്ട് ഒന്ന് നടക്കും, അത്ര തന്നെ. അപ്പം ഉണ്ട് കുട്ടപ്പായി പല്ലൊക്കെ തേച്ചിട്ട് വരുന്നു, കുളിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, കുട്ടപ്പായിയെ എണ്ണ തൊട്ട് പറ്റിട്ടോ എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം എനിക്ക് കൈ ഫ്രീ ആണെങ്കിൽ ഞാൻ അവൻ എണ്ണ തൊട്ട് പറ്റി കൊടുക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവൻ എന്നെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല, അവൻ തന്നെ എണ്ണ തൊട്ട് പരട്ടും. അപ്പോൾ അവൻ്റെ മുടി അവൻ തന്നെ നന്നായിട്ട് നോക്കുന്ന ഒരാളാണ്. പ്രത്യേകം ഞാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു സ്വഭാവം കിട്ടിയത് എന്തോ ഭാഗ്യം. മുടി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. മുടി അധികം വെട്ടി കളയാനൊന്നും സമ്മതിക്കില്ല. പിന്നെ ഞാൻ തേക്കുന്ന എല്ലാ സാധനവും അവൻ ഒഴിവുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അമ്മ ഒരു ലേശം എനിക്ക് എടുത്ത് വെക്കിട്ടോ എന്ന് പറയും. എന്നിട്ട് അവൻ തന്നെ കുളിക്കുമ്പോൾ തലയിൽ തേക്കും. അപ്പോൾ അതുകൊണ്ട് താരനൊന്നും ഇല്ല കേട്ടോ അവൻ്റെ തലയിൽ. പിന്നെ അവൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ നമ്മുടെ മുടിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നല്ലോണം ഫുഡ് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം. അതേപോലെ തന്നെ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും നമ്മൾ നന്നായി ശ്രദ്ധിച്ചാൽ തന്നെയാണ് മുടി നന്നായിട്ട് വരുള്ളൂ. എൻ്റെ കുട്ടപ്പായുടെ മുടി ഇത്ര തിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവന് 3 വട്ടമൊക്കെ ഞങ്ങൾ മൊട്ടടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മുടി നോക്കിയ കാരണമാണ് ഇതേപോലെ തിക്ക്, അതേപോലെ തന്നെ നല്ലോണം കറുത്ത മുടിയൊക്കെ അവനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയാണ് തേക്കാറുള്ളത്, രൂപശ്രീ ഹെർബൽ ഹെയർ ഓയിൽ. അപ്പോൾ പേനൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ തലയിൽ എണ്ണയൊക്കെ പരട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ചീന്തി കൊടുക്കും കേട്ടോ. അപ്പോൾ എനിക്കും കുട്ടമ്പായിക്കും ഒരു ചീർപ്പാണ്. ചിലപ്പോൾ ഇത് ഏട്ടനും കട്ടെടുക്കാറുണ്ട്, അപ്പോൾ ഞാൻ ചീത്ത അറിയും. അപ്പോൾ ഞാൻ എൻ്റെ ചീർപ്പുകൾ ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചെടുത്ത് വയ്ക്കുന്ന ഒരാളാണ്. ചീന്തി കഴിഞ്ഞാൽ അപ്പോൾ അത് കഴുകി വയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ശീലമുണ്ട്. ഇവർ ചീന്തി കഴിഞ്ഞാൽ അതൊന്നും കഴുകി വയ്ക്കൊന്നുമില്ലേ. പിന്നെ കുട്ടപ്പായിക്ക് പിന്നെ ഞാൻ ചീന്തി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ അത് കഴുകി വയ്ക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കും കുട്ടികൾക്ക് തേക്കാൻ പാടുമെന്ന്. നമ്മുടെ ഹെയർ ഓയിലിന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എല്ലാവർക്കും തേക്കാം.
ഇത് സാധാരണ കുളിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു 10 മിനിറ്റ് മുന്നേ നമ്മളത് നന്നായിട്ട് തലയിൽ തേച്ചിട്ട് നന്നായിട്ടൊന്ന് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോർമൽ പച്ചവെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം. പിന്നെ താളിയോ അല്ലെങ്കിൽ പേരയുടെ വെള്ളം തിളപ്പിച്ചതോ ഉലുവയുടെ വെള്ളമോ ഇതൊക്കെ ഉപയോഗിച്ച് കഴുകി കളയുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ കുട്ടപ്പായുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അവന് കുളിക്കേ വേണ്ടുള്ളൂ. അപ്പോൾ കുട്ടപ്പായുടെ കാതൊക്കെ കുത്തിയിട്ടുണ്ട് കേട്ടോ. റിംഗാണ് ഇട്ടിരിക്കുന്നത്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് എൻ്റെയും കുട്ടപ്പായുടെയും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം കേട്ടോ.